പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡിമിട്രോസ് ഡയമൻഡോക്കസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഇടയ്ക്കായിരുന്നു ഡിമിട്രോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്ലേ ഓഫിൽ കളിക്കില്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത്. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഒരു മത്സരത്തിനിടയിലായിരുന്നു ഡിമിട്രോസിന് ഹാംസ്ട്രിംഗ് ഇഞ്ചുറി ഏറ്റത്. ഡിമിട്രോസിന്റെ പരിക്കല്പം ഗുരുതരമാണ് എന്നും താരം പ്ലേ ഓഫിൽ കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണെന്നൊക്കെയായിരുന്നു വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ചുള്ള ഒരു വാർത്ത അനുസരിച്ച് ഡിമിട്രോസ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ ഡിമിട്രോസും ഉണ്ടായിരുന്നു. തന്റെ പരിക്കിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡിമിട്രിയോസ്. അതുകൊണ്ട് തന്നെ ഡിമിട്രിയോസ് പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ ഇപ്പോഴും ചെറിയൊരു ചാൻസ് ഉണ്ട്. നമുക്കറിയാം പ്ലേ ഓഫ് മത്സരങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഈ വരുന്ന 19-നാണ്. അതിനു മുൻപ് തന്നെ ഡിമിട്രിയോസിന്റെ പരിക്കെല്ലാം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, പല ഫാൻസിന്റെയും സംശയമായിരുന്നു അഡ്രെ ലൂണയും അതുപോലെ തന്നെ ഫെഡോറും പ്ലേ ഓഫ് കളിക്കുമോ എന്നുള്ളത്. ടീമിനോടൊപ്പം ഒരുപാട് നാളുകളായിട്ട് ട്രെയിനിങ് നടത്തിയ ഒരു താരമാണ് ലൂണ പ്ലേ ഓഫ് കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലൂണ നിലവിൽ മാച്ച് ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തിട്ടുണ്ട്. ഫെഡോറിനും നിലവിൽ ഇഞ്ചുറി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ലൂണയും ഫെഡോറും പ്ലേ ഓഫിൽ കളിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ഡിമിട്രിയോസും മാച്ച് ഫിറ്റ്നസ് ഒക്കെ ഉടനെ വീണ്ടെടുക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന വാർത്തയാണ്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു നവോച്ച സിംഗ്. റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർഗ്ലാവ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 3 മത്സരങ്ങളാണ് നവോച്ചയ്ക്ക് സസ്പെൻഷൻ. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു നവോച്ചയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നത്. മാത്രമല്ല താരത്തിന് 20,000 രൂപ ഫൈൻ അടക്കേണ്ടിയും വരും. അതിനു കാരണം ഈസ്റ്റ് ബംഗാളിന്റെ താരമായിട്ടുള്ള അമാനെതിരെ നവോച്ച സിംഗ് ഹെഡ് ബട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നവോച്ച സിംഗ് അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കില്ല. അതായത് ഒഡീഷ എതിരെയുള്ള ഒരു പ്ലേ ഓഫ് മത്സരം നവോച്ചയ്ക്ക് നഷ്ടമായേക്കും. പ്ലേ ഓഫ് മത്സരത്തിൽ നവോച്ച സിംഗ് കളിക്കാത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും തിരിച്ചടി നൽകുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.